ഹലോ ഗൈസ്, നമുക്ക് നല്ല കിഡില്ല ബീഫ് റോസ്റ്റും ഗീ റൈസും ഉണ്ടാക്കിയാലോ? അമ്പാടി എങ്ങനെയാണ്ടാ? അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? രാവിലെ തന്നെ ഞാൻ പോയിട്ട് നല്ല കിഡില്ല ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അത് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലോണം കഴുകി മാറ്റി വെച്ച്. പിന്നെ നേരെ നമ്മുടെ സവാള എടുത്ത് പണി തുടങ്ങിയിട്ടാ. പിന്നെ കുറച്ച് തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ചതും, പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും അതും പയ്യങ്ങാട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടാ. എന്നിട്ട് നേരെ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക്, പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ് ചതച്ചതാണ്ടത്, പിന്നെ കുറച്ച് വേപ്പില, പിന്നെ അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് കാശ്മീരി അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്ട, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല അത് മെയിനാണ് ഇതിൽ. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കാട്ടോ. എന്നിട്ട് മാറ്റി വെച്ച ബീഫ് എടുത്തിട്ട് അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൈ ഒഴുകി അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് നേരെ അടച്ചു കൂട്ടല്ലേട്ടാ, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അടച്ചു കൂട്ടിയാൽ മതി. എന്നിട്ട് നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടുത്തെ കുക്കറിന് ഒരു 8 വിസിലാണ്ട്. എന്നിട്ട് നോക്കും ആയോ ഇല്ലേന്ന്. എന്നിട്ട് വേണമെങ്കിൽ ഒരു വിസിലും കൂടിയൊക്കെ അടിക്കും. അതുകൊണ്ട് വിസിലിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ വീട്ടിലെ കുക്കർ അനുസരിച്ചിരിക്കും കേട്ടോ. അങ്ങനെ വിസിലും അടിച്ച് കയ്യും അടിച്ച് സംഭവം റെഡി. കിടിലം ബീഫ് കഴിഞ്ഞ ഉടനെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് അരിയിട്ട് നല്ലോണം അങ്ങോട്ട് കഴുകി അങ്ങോട്ട് മാറ്റി വെച്ച്. വസുമതിയാണ്, അത് മതി. 1.5 ബൗൾ അരിയാണ്ട് എടുത്തത്. എന്നിട്ട് നേരെ സവാള എടുത്ത് പണി തുടങ്ങി. ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അണ്ടിപ്പരിപ്പിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുത്ത് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നേരെ കുറച്ച് മുന്തിരി ഇട്ട് അതും അങ്ങോട്ട് നല്ല ബോള് പോലെ ആകണ പോലെയൊക്കെ അതും അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് മാറ്റി വെച്ച സവാള എടുത്ത് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കുക. മൂത്തങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഷുഗർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്തിനാണെന്നറിയില്ല കേട്ടോ, അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതും അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ നേരെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് ഈ കണ്ട സാധനങ്ങൾ അങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഏലക്ക, കുരുമുളക്, പിന്നെ നമ്മുടെ കറുകപ്പട്ട ഇല, പിന്നെ ജാതിപത്രി, അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വാട്ടുക. അതിലേക്ക് പിന്നെ നമ്മൾ മാറ്റി വെച്ച കുറച്ച് സവാള ഉണ്ട്, അതും കൂടി അങ്ങോട്ട് ഇട്ട് വെക്കുക. അതും ഇട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച ശേഷം മാറ്റി വെച്ച ബിരിയാണി റൈസ് അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചിട്ട് വീണ്ടും നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 1.5 ബൗളാണ് നമ്മൾ എടുത്തത് കേട്ടോ അരി. അപ്പോൾ ഒരു ബൗളിന് 1.25 വെള്ളം കണക്കിലാണ് എടുത്തേക്കണം. അങ്ങനെ ആ വെള്ളം കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അതും അങ്ങോട്ട് ഒഴിച്ച് നല്ലോണം അങ്ങോട്ട് ഇളക്കി അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ച് നല്ലോണം ഇളക്കി അങ്ങോട്ട് മൂടി വെച്ച്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആളാണ്ട് അതേ ഈ വീഡിയോ കോളിലുള്ളത് എൻ്റെ ചേച്ചിയാണ്. ആള് ചെറിയൊരു ഷെഫാണ്. വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല റെസിപ്പീസൊക്കെ വെച്ച് കിട്ടില്ല ഐറ്റംസൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ആണ് ഗീ റൈസ് റെഡി. എന്നിട്ട് നേരെ മറ്റേ ഗാർണിഷ് ചെയ്യാൻ വെച്ച സാധനങ്ങളും ഇട്ട് ഗാർണിഷ് ചെയ്തതേ സംഭവം റെഡി ഇട്ടാ. നിങ്ങളും വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.